ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് മുക്കിലപ്പീടിയ റേഷൻ കടയുടെ മുന്നിലാണ് ഞാനുള്ളത്. കുറച്ച് സമയം ഇവിടെ നിൽക്കുന്നത്. ഏകദേശം ഈ ഒരു റേഷൻ കടയുടെ പരിധിയിൽ തന്നെ 800ഓളം കാർഡ് ഗുണഭോക്താക്കളുണ്ട് അല്ലേ? 800 ഉണ്ടാവും അല്ലേ? 800ഓളം ഗുണഭോക്താക്കളുണ്ട്. അവരൊക്കെ വന്ന് ചോദിക്കുകയാണ് കിറ്റ് എത്തിയിട്ടില്ലേ എന്ന്. ഇവിടെ വരുന്ന ഉപഭോക്താക്കളുടെ ഈ ചോദ്യം കേട്ടിട്ട് നമ്മുടെ റേഷൻ കടയിലെ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പാക്ക് ചെയ്യുന്നുണ്ട് ഇതേവരെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം ഏതായാലും 1-2 ദിവസം കൊണ്ട് എത്തുമെന്ന് വിചാരിക്കാം. എത്ര കിട്ടുന്നെന്ന് അറിയില്ല. ഓണക്കിറ്റിന്റെ വിഷയം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. പക്ഷെ ഏറ്റവും രസം എന്താണെന്നറിയോ? എല്ലാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, കേരള സർക്കാരിന്റെ ഓണസമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാ കേരള സർക്കാരിന്റെ ഓണസമ്മാനം. അതിൽ എഴുതിയിരിക്കുന്നത് മുൻഗണന പിങ്ക് കാർഡിൽ ഓരോ അംഗത്തിനും 4 kg അരിയും 1 kg ഗോതമ്പും സൗജന്യമായി ലഭിക്കും. ഗോതമ്പിന് പകരം ഒരു പാക്കറ്റ് ആട്ട 9 രൂപ നിരക്ക് ലഭിക്കൂ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ഒരു പറ്റിക്കലല്ലേ? ഇത് 10 വർഷമായി ഇതെല്ലാവർക്കും കിട്ടുന്നത്. എല്ലാ റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്കും അവർ ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയാം ഇത് സ്ഥിരമായി ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. 10 വർഷമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷ്യ ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ കേരള സർക്കാരിന്റെ ഓണസമ്മാനം എന്ന നിലയിൽ നമ്മളെ പറ്റിക്കുകയാണ്. അത് ആവശ്യമാണ്, നമ്മൾ പറ്റിക്കപ്പെടാൻ തയ്യാറാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം 10 ഏകദേശം അരിക്കത്ര രൂപ ഉണ്ടായത് 10 രൂപ 90 പൈസക്ക് വാങ്ങിച്ച അരി ഇന്നെത്രയാണ് 26 രൂപയ്ക്കാണ് ഇതേ റേഷൻ കടയിൽ നിന്ന് 10 രൂപ 90 പൈസക്ക് വാങ്ങിച്ച അരി 26 രൂപയ്ക്കാണ് ഇന്ന് ഇവിടെ നിന്ന് വിതരണം ചെയ്ത്. എത്ര പൈസന്റെ വ്യത്യാസം അന്തരമാണ്. ഓണസമ്മാനായിട്ടല്ലേ? ഓണസമ്മാനായിട്ട് നമ്മുടെ 10 രൂപ 90 പൈസക്ക് വാങ്ങി 26 രൂപ. അപ്പൊ എല്ലാവരും സന്തോഷമായി, നമ്മൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ആഹ്ലാദ തിമിർപ്പിലായി നമുക്ക് മാവേലി വരവേൽക്കാം. എല്ലാവർക്കും സന്തോഷകരമായി ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസ നേരുന്നു. എല്ലാവർക്കും ചിരിയാണ് സമ്മാനമാകുന്നത്.